ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 5-10 വെളുത്തുള്ളിയും കൂടി ചതച്ച കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാളയും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയെല്ലാം നല്ലതുപോലെ വഴറ്റുന്നതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി തുറന്ന് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.